നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF ചെർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥ സമാപിച്ചു. പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനെതിരെ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു കാൽനട ജാഥ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും പായസ വിതരണവും ഉൾപ്പെടുത്തിയതായിരുന്നു ഓണാഘോഷം. പാർലം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. LDF ചെർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥ സമാപിച്ചു. പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനെതിരെ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു കാൽനട ജാഥ. M മധു ജാഥ ക്യാപ്റ്റനായും M നാരായണദാസ് വൈസ് ക്യാപ്റ്റനും PK ലോഹിതാക്ഷൻ മാനേജറുമായാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. CPI ജില്ലാ കമ്മിറ്റി അംഗം KK രാജേന്ദ്രബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലുടനീളം മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഓരോ ദിവസവും 10-15 ജാഥകളാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായാലും നല്ല പങ്കാളിത്തം ഈ ജാഥയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് വർത്തമാന പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ലോക്കൽ ബോഡി, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വോട്ടുകൾ ചേർക്കലും കളവായി ചേർത്തത് വെട്ടിക്കളയലും തകൃതിയായി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം, കുറെ കളവായ വോട്ടുകൾ ചേർത്തതിന് BJP-യും തകൃതിയായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, കേരളത്തിലെ ലോക്കൽ ബോഡികളിൽ ഏതാണ്ട് 90% ലോക്കൽ ബോഡികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ കീഴിലാണ്. CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം സുനിത ജിനു അധ്യക്ഷനായി. PS സനത, VM വിനോദ്, AV സഹദേവൻ, MG ജയകൃഷ്ണൻ, നസീജ മുത്തലിഫ്, രാധിക ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും പായസ വിതരണവും ഉൾപ്പെടുത്തിയതായിരുന്നു ഓണാഘോഷം. PTA പ്രസിഡന്റ് MS അലക്സി, പ്രിൻസിപ്പൽമാരായ പ്രീതി വോഗീസ്, DS മനു, പ്രധാന അധ്യാപിക K ലില്ലി ജോസ്, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. 2025 ഗവൺമെൻറ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഓണാഘോഷമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. വാദ്യമേളങ്ങളോടുകൂടിയുള്ള ഗ്രൗണ്ടിലെ എല്ലാ കുട്ടികൾക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓണാഘോഷം. ഒപ്പം അധ്യാപകരുടെ വക പായസ വിതരണവുമുണ്ട് കുട്ടികൾക്ക്. ഇതിനുശേഷം 1 മണിയോടുകൂടിയാണ് ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുന്നത്. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഓണാഘോഷം നടത്തണമെന്ന് ഇത്തവണ PTA-യും SMC-യും അധ്യാപകരും എല്ലാവരും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ്. ഇന്നിപ്പോൾ അവരുടെ ആഘോഷങ്ങളും പൂക്കളം മത്സരങ്ങളും ഒക്കെ നടക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഓണസദ്യയും ഇതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അധ്യാപകരുടെയും നാട്ടുകാരുടെയും PTA-യുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തികച്ചും അച്ചടക്കത്തോടുകൂടി തന്നെ ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഒക്കെ തന്നെ ഓണാശംസകൾ. 2025 ഓണവരവായി നമ്മുടെ GVHS ചേർപ്പ് സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ നല്ല രീതിയിൽ നടക്കുന്നു.
ഇവിടെയുള്ള എല്ലാവർക്കും PTA മെമ്പേഴ്സ്, OSA, SMC, OTA, എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ അധ്യാപകരും അനധ്യാപകർക്കും കുട്ടികൾക്കും ഓണാശംസകൾ. PTA, SMC, OSA, OTA അംഗങ്ങൾ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ശേഷം പായസവും വിതരണം ചെയ്തു. പഞ്ചായത്ത് 9ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷയായി. വാർഡ് മെമ്പർ ജെയിംസ്, ചെർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, തങ്കമണി, ബാലൻ കോഴിക്കോടൻ, ഗീതാ ശശി, സൗമ്യ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണപ്പാട്ട് ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ CM ജോഷി, മുൻ പ്രധാനാധ്യാപകൻ C സ്റ്റൈനി ചാക്കോ, അധ്യാപകരായ CJ ജോൺ, ജ്യോതി ജോൺ, ജിസ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മലയാളി മങ്ക, മലയാളി ശ്രീമാൻ, ചാക്കുചാട്ടം, സ്പൂൺ റേസ്, വടംവലി, സ്ലോ സൈക്ലിംഗ്, ഓണമേളം തുടങ്ങി വൈവിധ്യമാർന്ന മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നത്. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഓണക്കളി മത്സരങ്ങളും ഓണക്കറ്റ് വിതരണവും ഉൾപ്പെടുത്തിയതായിരുന്നു ഓണാഘോഷം. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത 18 വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഓണക്കിറ്റ് സമ്മാനിച്ചു. പ്രിൻസിപ്പൽ AJ പ്രിൻസി, PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ, വൈസ് പ്രസിഡന്റ് സിജോ എടപ്പള്ളി, MPTA പ്രസിഡന്റ് ശ്രീജി, അധ്യാപക പ്രതിനിധി TJ ഷീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വടംവലി, ഉറിയടി, തിരുവാതിരക്കളി, ഓണപ്പാട്ട്, മലയാളി മന്നൻ, മലയാളി മങ്ക തുടങ്ങി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാകായിക മത്സരങ്ങൾ നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. മത്സരം ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി താഴെ വീഴാൻ പാടുന്നതല്ല, കുട്ടി താഴെ വീഴാതെ 2-20 വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാഥേയം എന്ന പേരിൽ വൃദ്ധസദനത്തിലേക്ക് പുതിച്ചോറ് സമ്മാനിച്ചായിരുന്നു ഓണാഘോഷം.
സ്കൂൾ അങ്കണത്തിൽ മെഗാ തിരുവാതിരക്കളിയോടെയാണ് ഓണാഘോഷം ആരംഭിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു. തുടർന്ന് മലയാളി മന്നൻ, മലയാളി മങ്ക, കസേരകളി, പൂക്കളം, അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത മറ്റ് ഓണക്കളികളും അരങ്ങേറി. പാഥേയം എന്ന പേരിൽ ഒല്ലൂരിലെ വൃദ്ധസദനത്തിലുള്ളവർക്കാണ് പൊതിച്ചോറ് സമ്മാനിച്ചത്. സ്കൂളിലെ ന്യൂ ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് രക്ഷിതാക്കൾ തയ്യാറാക്കിയ ഭക്ഷണം വയോജന സദനത്തിലെ അന്തേവാസികൾക്കായി നൽകിയത്. PTA പ്രസിഡന്റ് സിജു തൃശൂക്കാരൻ, പ്രിൻസിപ്പൽ AJ പ്രിൻസി, സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ എന്നിവർ ചേർന്നാണ് പൊതിച്ചോറ് സമ്മാനിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂൾ വല്ലച്ചിറയിൽ നിന്നും ന്യൂ ഫ്രണ്ട്സ് ക്ലബ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നേ ദിവസം തന്നെ ഒല്ലൂരിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് രക്ഷിതാക്കൾ തയ്യാറാക്കി കൊടുത്തുവിട്ട പൊതിച്ചോറുകളുമായി ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ മാറ്റ് കൂട്ടുവാൻ വേണ്ടി ഇത്രയും ത്യാഗം മനസ്സോടെ മറ്റുള്ളവരുടെ മനസ്ഥിതി അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോടൊപ്പമുണ്ട്, സമൂഹത്തോടൊപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും നല്ല ഒരു പ്രവൃത്തി ചെയ്ത എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും HM എന്ന പേരിൽ, ഈ സ്കൂളിൻ്റെ പേരിൽ, PTA പേരിൽ, മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്ദേശം, അതായത് കൂട്ടായ്മയുടെ ഓണമാണ്, ഒപ്പം തന്നെയാണ് പങ്കുവയ്ക്കലിൻ്റെ കൂടിയുള്ള ഒരു ഓണമാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. PTA-യുടെയും ടീച്ചർമാരുടെയും കുട്ടികളിലൊക്കെ ആ സന്ദേശം കുട്ടികളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. മഹാത്മാ അയ്യൻകാളിയുടെ 16ാം ജന്മദിനം വിപുലമായി ആഘോഷിച്ചു. ചെറുശ്ശേരി 509 നമ്പർ ശാഖയിലായിരുന്നു ജന്മദിനാഘോഷം. CV ശിവാനന്ദൻ അയ്യങ്കാളി സന്ദേശം നൽകി. CK ശോഭന, CV പ്രദീപ്, PV അനിലൻ, TV വിനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. തൃപ്രയാർ സർഗസംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ചൂലൂർ യോഗി നിമാത ബാലികാ സദനത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് സമ്മാനിക്കുന്നതായിരുന്നു സ്നേഹാദരം. സർഗസംസ്കൃതിയുടെ അംഗമായിരിക്കെ മരിച്ച ബിന്ദു ശ്രീനിവാസന്റെ വിവാഹ വാർഷിക ദിനത്തിലാണ് സ്നേഹാദരം ഒരുക്കിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം P വിനു സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കി തരുന്നുണ്ട് പഠിക്കാനില്ലേ. ഇപ്പൊ നമ്മളുടെ ഇവിടെയുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി തരുമ്പോൾ ഏറ്റവും നന്നായി പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം തന്നെയല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിലായാലും പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറയണവരോട് ദേഷ്യം വരും. പക്ഷെ വളർന്നു വലുതാവുമ്പോഴാണ് നമ്മൾ അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരുന്നതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ബോധ്യം വരിക. നമ്മൾക്കൊരു ജോലി കിട്ടി, നമ്മളുടെ ആ ഒരു കഴിവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം കിട്ടുക. ഇന്നിപ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, പഠിക്കാനൊക്കെ പറയുമ്പോൾ ഏത് നേരം പഠിക്കാൻ പറയുന്നു. പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് ആകെ ഒരു ഇത് മാത്രമേ ചിന്ത വേണ്ടൂ, പഠിക്കുക. കിട്ടുന്ന സമയം മുഴുവൻ പഠിച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ വളരുക, അത്ര മാത്രമേ നമ്മൾ വേണ്ടൂ. സർഗസംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷനായി. വൈസ് ചെയർമാൻ ആൻഡോ തുറയൻ, ബാലികാ സേവാ കേന്ദ്രം പ്രസിഡന്റ് സദാനന്ദൻ അരയംപറമ്പിൽ, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പോൾ ചിറ്റിലപ്പിള്ളി, ശ്രീനിവാസൻ, തിലകൻ, സജീവൻ, സുനിൽ എന്നിവർ സംസാരിച്ചു. ബാലികാ സദനത്തിലെ വിദ്യാർത്ഥിനികളിൽ പഠനത്തോടൊപ്പം സ്പോർട്സ്, ഡ്രോയിംഗ് എന്നിവയിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. തൃശൂർ പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. പുറ്റക്കരയിൽ ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നു. പുറ്റേക്കരയിൽ വെച്ച് ബസ്സിന് തൊട്ടു മുന്നിലുണ്ടായിരുന്ന കാർ പെട്ടെന്ന് വെട്ടിത്തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. കാർ പെട്ടെന്ന് വെട്ടിത്തിരിച്ചതോടെ ബസ് ഡ്രൈവർ വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലും തുടർന്ന് കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് റോഡിന് കുറുകെ മറിഞ്ഞു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ബസ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്ന് നീക്കം ചെയ്തു. തുടർന്നാണ് ഗതാഗത തടസ്സം ഒഴിവായത്. അപകടത്തിൽ പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ തേടി. മൊബൈൽ ഫ്രീസർ സംവിധാനമൊരുക്കി CPIM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി.
ആവശ്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് മൊബൈൽ ഫ്രീസർ സംവിധാനം ഒരുക്കിയത്. പട്ടിക്കാട് പ്രവർത്തിക്കുന്ന ന്യൂ കീർത്തി ഡ്രൈവിംഗ് സ്കൂളാണ് മൊബൈൽ ഫ്രീസറും അനുബന്ധ ഉപകരണങ്ങളും CPM ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയത്. പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മൊബൈൽ ഫ്രീസർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി അംഗം മാത്യു നൈനാൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം PS വിനയൻ, PG ലോക്കൽ സെക്രട്ടറി VC സുജിത്ത്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, CPM പാണഞ്ചേരി ലോക്കൽ സെക്രട്ടറി മനു പുതിയമഠം എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9470 രൂപ, പവന് 75,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF ചെർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥ സമാപിച്ചു. പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനെതിരെ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു കാൽനട ജാഥ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും പായസ വിതരണവും ഉൾപ്പെടുത്തിയതായിരുന്നു ഓണാഘോഷം. പാർലം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.